തെന്നലുണ്ടല്ലേ? ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു PSC എക്സാം എഴുതാൻ പോവാണ്. പറ്റുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സ്ഥലം കൂടി കാണാം. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ സ്കൂൾ എത്തിയിരിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ മുട്ടറ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. തെന്നലുണ്ടല്ലേ? കൊണ്ട് കയറിയ ശ്രദ്ധിച്ചേ കയറാവുള്ളൂ. ഇവിടെ ഇപ്പൊ കയറിയ ഇത് കണ്ടോ, ഗുഹയിലൂടെ ഒക്കെ കയറി പോകാം. ഇവരോട് ദൂരം ഉണ്ടോ? അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പാറയുടെ മുകളിൽ കണ്ട 2-3 പാറയൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. മരുതിമലയുടെ ഏറ്റവും മുകൾ വശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഒട്ടുമിക്ക വൈഡായിട്ടുള്ള വ്യൂസും കാണാൻ പറ്റും. ഇത് വെളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് വികസനങ്ങൾ ഇനിയും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ടൂറിസം സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണ്. വെളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തായിട്ട് ഏകദേശം 24 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു പാറയും അനുബന്ധ സ്ഥലങ്ങളും ചുറ്റപ്പെട്ട് കിടക്കുന്നത്. പണ്ട് അച്ഛനൊക്കെ പറഞ്ഞു പറയുമ്പോ പണ്ട് മരുതി ഉണ്ടെന്ന് പറഞ്ഞു. മരുതി, അതാ മരുതി മല. പിന്നെ 3 പാറടപ്പുണ്ട്. കരമായിട്ട് ചോദന മറന്നു വീണേ ഹനുമാൻ കൊണ്ടുപോകുമ്പോ അങ്ങനെ പേര് വന്നേല്ലേ. ഇനി ഇവിടുത്തെ ഐതിഹ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് മാരുതി അതായത് നമ്മുടെ ഹനുമാൻ ഒരു മലയായിട്ട് പോകുമ്പോൾ, ചിലപ്പോൾ അത് നമ്മുടെ മരുത്വാമല തന്നെ ആയിരിക്കണം, ഈ മലയായിട്ട് പറന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ അടന്നു വീണെന്നും അത് പിന്നീട് ഒരു കുന്നായിട്ട് രൂപപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ മാരുതി എന്നുള്ള വേർഡ് ലോപിച്ചായിരിക്കും ഒരു പക്ഷേ മരുതി ആയത്, അങ്ങനെ മരുതിമല ആയത്. പിന്നെ വേറെ ഐതിഹ്യം, നേരത്തെ നമ്മൾ കടയിൽ കണ്ട ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ പണ്ട് ഈ മലയിൽ മരുതി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. മരുതി എന്താണെന്നറിയില്ല, ദൈവസങ്കല്പമോ എന്താണെന്നറിയില്ല. മരുതി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ
മരുതിമല എന്നൊരു പേര് വന്നതൊന്നും കൂടി ഐതിഹ്യമുണ്ട്. അയ്യപ്പൻ. ഈ പ്രദേശം എവിടെ ഉള്ളതല്ലേ? ശരിയെങ്കിൽ ഓക്കെ, ശരി അമ്മേ. ശരി, ഓക്കെ. ഇവിടെ ഒരു കുഞ്ഞ് അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇവിടെ മലയപ്പനും അയ്യപ്പനുമാണ് ഇവിടെ പ്രതിഷ്ഠ എന്നാണ്. ഇനി മരുതിമലയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള, വലിയ ആളോ ബഹളോ ഒന്നും ഇല്ലാത്ത ഒരു സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെ കുറേ ഉരുളം പാറക്കെട്ടുകളുണ്ട്. ഇവിടെ വന്നിരുന്ന നല്ല തണുത്ത കാറ്റുണ്ട്. ഈ ആൾക്കൂട്ടത്തിനും ബഹളത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ കുറച്ച് നേരം മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കണമെങ്കിൽ എല്ലാവർക്കും ഇങ്ങോട്ട് വരാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ മരുതിമലയിൽ നിന്ന് പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. മലയിലേക്ക് കയറാൻ 2 വഴിയുണ്ടെന്നാണ് നമ്മൾ ഇവിടെ പരിസര പ്രദേശത്ത് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴെപ്പോഴും ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും നല്ല വഴിയിലൂടെ കയറാൻ നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.